നമസ്കാരം. സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വീണ്ടും ജി സുധാകരൻ രംഗത്ത്. ആലപ്പുഴയിൽ NB പ്രഭു സ്മാരക അവാർഡ് ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് സുധാകരൻ പിണറായി വിജയനും കേരള സർക്കാരിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായ ദയനീയ പരാജയത്തെക്കുറിച്ച് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ LDF-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിലും കൃത്യമായ അവലോകനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ അവലോകനങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനും എതിരെ ശക്തമായ വിമർശനങ്ങളാണ് ജി സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉയർത്തിയത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ അഴിമതി രഹിതനായ മന്ത്രി എന്ന് പേരുകേട്ട സുധാകരനെ പിന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ പരിഗണിച്ചില്ല. സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ എല്ലാവരെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു പിണറായി. ഇതിന് പറഞ്ഞത് മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നു എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ സ്ഥാനാർത്ഥികളാകുന്ന ആളുകളുടെ ജനഹിതം മാനിച്ചുകൊണ്ടായിരിക്കണം, ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ വേണ്ടിയായിരിക്കണം പാർട്ടികളും തൽപര കക്ഷികളുമെല്ലാം തീരുമാനം കൈക്കൊള്ളേണ്ടത്. അവിടെ പ്രായമോ ജാതിയോ മതമോ മറ്റൊന്നും പരിഗണിക്കാൻ പാടില്ല എന്നുകൂടി സുധാകരൻ വ്യക്തമാക്കുന്നു. ഇവിടെ പിണറായി വിജയനുമായി ശക്തമായ രീതിയിൽ കൊമ്പ് കോർക്കുന്ന തരത്തിൽ തന്നെയാണ് ജി സുധാകരൻ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് CPM എന്ന പാർട്ടിയിൽ നിന്നും അണികൾ ഇത്ര കൂടുതലായി കൊഴിഞ്ഞുപോക്ക് നടത്തിയിരിക്കുന്നത്? 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം വോട്ടുകൾക്കാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം നേടിയത് എന്ന് ഓർക്കുമ്പോൾ CPM-ന്റെ വോട്ടുകൾ എത്രമാത്രം ചോർന്നിരിക്കുന്നു. ഈ വോട്ടുകൾ എങ്ങനെയാണ് CPM-ന് നഷ്ടമായത്? പരമ്പരാഗതമായ CPM വോട്ടുകൾ എന്തുകൊണ്ടാണ് CPM-ന് നഷ്ടമായത് എന്നുള്ളത് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയും CPM നേതൃത്വങ്ങളും ഗൗരവമായി തന്നെ ആലോചിക്കണം. അത് കണ്ടെത്തി കൃത്യമായ രീതിയിൽ നടപടികൾ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ CPM എന്ന പാർട്ടി നാമാവശേഷമായി പോകും എന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. അന്നും ഇന്നും VS അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ അടിയുറച്ച പിന്മുറക്കാരൻ തന്നെയാണ് ജി സുധാകരൻ. എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം ജി സുധാകരനെ പിണറായി വെട്ടി ഒതുക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. സംസ്ഥാന സമിതിയിൽ നിന്നും ആലപ്പുഴ ജില്ലാ സമിതിയിലേക്ക് സുധാകരനെ തരം താഴ്ത്തുന്ന കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ തോൽവി സംഭവിച്ചതിനെ കുറിച്ച് കൃത്യമായി സംസ്ഥാന സമിതി അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങളും തന്റെ തോൽവിയെ തുടർന്ന് CPM-ൽ സജീവമായ രീതിയിൽ സക്രിയമായ രീതിയിൽ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് സുധാകരനെ പാർട്ടിയിൽ തരം താഴ്ത്തുവാൻ ഇടയായത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. എന്നാൽ ഇളമരം കരീമാണ് അന്വേഷണ കമ്മീഷനായി വന്ന് സുധാകരനെതിരെയുള്ള വികാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷണം നടത്തിയത്. തനിക്ക് അനുകൂലമായി മൊഴി കൊടുക്കാൻ വന്ന ആളുകളെ കരീമും മറ്റു പാർട്ടി നേതാക്കളും കൂടി ഭീഷണിപ്പെടുത്തി അയച്ചു എന്നുള്ളതാണ് സുധാകരൻ ആഞ്ഞടിച്ചത്. ഇന്നിപ്പോൾ ഇളമരം കരീം 1.5 ലക്ഷം വോട്ടിന്റെ കുറവിനാണ് തോറ്റിരിക്കുന്നത്. ഇതിന് കരീം അന്വേഷണ കമ്മീഷന് വയ്ക്കുമോ എന്ന് വളരെ പരിഹാസദ്യോതകമായി തന്നെ സുധാകരൻ ആഞ്ഞടിക്കുകയുണ്ടായി. പാർട്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ ജനഹിതം അനുസരിച്ച് വേണം തീരുമാനമെടുക്കാൻ. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സംഭവിച്ചതുപോലുള്ള ദയനീയമായ വലിയ പരാജയങ്ങൾ ഇനിയും നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. മോദി ശക്തനായ കരുത്തുറ്റ നേതാവാണ് എന്ന് താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു. മോദി ശക്തനായ നേതാവാണ്, കരുത്തുറ്റ നേതാവാണ് എന്ന് താൻ പറഞ്ഞത് മോദി നല്ല നേതാവാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം കരുത്തുറ്റ നേതാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ അവര് നല്ല നേതാവായിരുന്നോ എന്നുള്ളതിന് അർത്ഥമില്ലല്ലോ എന്നുകൂടി സുധാകരൻ കൂട്ടിച്ചേർത്തു. 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നു എന്നുള്ള പരാമർശം ഒരു കാരണവശാലും പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നില്ല എന്നുകൂടി ജി സുധാകരൻ വ്യക്തമാക്കുന്നു. എന്തായാലും CPM-നകത്തും LDF-നകത്തും പിണറായി വിജയന് ശക്തമായ രീതിയിൽ ഒരു ശത്രുനിര ഒരുങ്ങുന്നതിന്റെ സൂചന തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ അവലോകന യോഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ സുധാകരൻ കൃത്യമായ രീതിയിൽ CPM-ന് ഒരു മുന്നറിയിപ്പ് നടത്തിയിരിക്കുന്നു. പാർട്ടിയെ ഇന്ന് ഉണ്ടായിരിക്കുന്ന അപജയത്തിൽ നിന്ന് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൃത്യമായ നയരേഖകൾ ഉണ്ടാകണം, കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. മുൻവിധിയോട് കൂടിയുള്ള തീരുമാനങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ഇതിൽ അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഇതിലും വലിയ ദയനീയമായ പരാജയങ്ങൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെ ജി സുധാകരൻ പറയുന്നു. എന്തായാലും ജി സുധാകരന്റെ വാക്കുകൾ ഏത് രീതിയിലാണ് CPM-ൽ ഇനി സ്വീകരിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.